പെട്ടെന്നൊരു കറി ഉണ്ടാക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നാൽ രുചിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത തക്കാളി പച്ചടിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ചോറിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനുമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. പച്ചടി ഉണ്ടാക്കാനായി ഞാനിവിടെ 2 നല്ല പഴുത്ത തക്കാളി ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 കപ്പ് തൈര് കൂടി എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തത്. അരമുറി തേങ്ങ കൂടി എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾക്ക് തക്കാളി പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. ചൂടായ ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഇപ്പം നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽ മുളകും കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും മുളകും ഒക്കെ നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് തന്നെ തക്കാളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചമുളക് ഇടുമ്പം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ നല്ല എരിവുള്ള 2 പച്ചമുളകാണ് ചേർത്തത്. നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി മൂടി അടച്ച് ഒരു 2 മിനിറ്റ് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ ചെറുതായി ഒന്ന് വാടി വന്നാൽ മതി, ഒരുപാട് വെന്തുടഞ്ഞു പോവരുത്. തക്കാളി വേവാൻ വെച്ച സമയം കൊണ്ട് നമ്മൾക്ക് പച്ചടിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല എരിവുള്ള 1 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി പച്ചടിയിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് 1/2 ടീസ്പൂൺ കടുക്. ഇതൊരിക്കലും ഒഴിവാക്കരുത്. ഇനി ഈ അരപ്പ് അരയാൻ വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം. പച്ചടിയിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം. ഈ സമയം കൊണ്ട് തന്നെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്തുടഞ്ഞു പോവാൻ പാടില്ല. ഇതുപോലെ കുറച്ച് കഷ്ണങ്ങളായിട്ടൊക്കെ ഇങ്ങനെ തക്കാളി കിടക്കണം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല കട്ടിയുള്ള ഗ്രേവിയാണ്. കുറച്ചുകൂടി ഒന്ന് ലൂസാക്കാനായി മിക്സി ജാറിലേക്ക് കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിച്ച് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കരുത്. കുറച്ചൊരു കട്ടിയിലാണ് ഈ കറി വേണ്ടത്. ഇപ്പം ഇത് കറക്റ്റ് പാകമാണ്. ഇനി ഇത് നന്നായി ഒന്ന് ചൂടായി വരുന്നത് വരെ നമ്മൾക്കിത് ഇളക്കി കൊടുക്കാം. ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല. ചിലപ്പോൾ തൈരായതുകൊണ്ട് പിരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായി ഇളക്കി ഒന്ന് ചൂടായി വന്നാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം തക്കാളിക്ക് കുറച്ച് ഉപ്പിട്ടിരുന്നു. ഇപ്പം ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്.
ഇനി ഇത് നന്നായി ഒന്ന് ചൂടായി വരുന്നത് വരെ നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. സൈഡിൽ നിന്നൊക്കെ ചെറുതായി ഒന്ന് പതഞ്ഞു വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് തിളച്ച് മറിയാൻ പാടില്ല. ആ സമയത്ത് ചിലപ്പം തൈരായതുകൊണ്ട് പിരിയാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ പച്ചടിയിൽ ചെറുതായി തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റിയും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന തക്കാളി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഈ കറിയും എന്തെങ്കിലും ഒരു പപ്പടമോ അച്ചാറോ അല്ലെങ്കിൽ മീൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നന്നായി ചോറുണ്ണാനും പറ്റും. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.